വേനൽ ചൂടിൽ കരിഞ്ഞു നിൽക്കുകയാണ് നാടും നഗരവും. ഈ ചൂടിനെ ആരോഗ്യപരമായി നേരിടാൻ ശുദ്ധജലമല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല. എന്നാൽ കുടിക്കാൻ പോലും വെള്ളമില്ലെങ്കിലോ? വേനൽക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ കുടിവെള്ളക്ഷാമത്താൽ ദുരിതത്തിലായ നിരവധി പ്രദേശങ്ങളുണ്ട് കേരളത്തിൽ. കാലവും കാലാവസ്ഥയും ചൂടിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നെഞ്ചിൽ തീയുമായി ജീവിക്കുന്നവർ, തലയിൽ കുടവുമേന്തി വെള്ളം ശേഖരിക്കാനായി കിലോമീറ്ററുകളോളം നടന്നു നീങ്ങുന്ന മനുഷ്യരെ ഇന്നും കാണാം കേരളത്തിൽ. നഗരങ്ങളും കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. വെള്ളത്തിന്റെ ആവശ്യവും വിതരണവും തമ്മിലുള്ള അന്തരം ദിനം പ്രതി വർദ്ധിക്കുന്നത് നഗരങ്ങളിലെ കാഴ്ചയാണ്. പലയിടത്തും ജല അതോറിറ്റിക്ക് പരിഹാരം കാണാൻ കഴിയുന്നില്ല. കുടിവെള്ളമില്ലാതെ ഗതികെട്ട മനുഷ്യർ ഓരോ ഫയലുകളിലും ഓരോ ദുരിത ജീവിതം കുറിച്ചു വെച്ചിട്ടുണ്ട്. ജലമില്ലെങ്കിൽ ജനജീവിതം സ്തംഭിക്കുമെന്ന് അറിയാത്തവരല്ല ഈ അധികാരികൾ. പിന്നെ എന്താണ് സ്ഥിരമായി ഉയരുന്ന പരാതികൾക്ക് പോലും പരിഹാരം കാണാൻ കഴിയാത്തത്? കാലാവസ്ഥയെ കാര്യമായി കരുതേണ്ട കേരളം പോലൊരു സംസ്ഥാനത്ത് വേനലിനായി പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ആരാണ്? ന്യൂസ് ബസ് ചോദിക്കുന്നു, കുടിവെള്ളം കിട്ടാക്കനിയാവുന്നത് എന്തുകൊണ്ട്?